ഇഷ്ടപ്പെട്ട ഭർത്താവിനെ കിട്ടുക, ഇഷ്ടപ്പെട്ട ഭാര്യയെ കിട്ടുക, അവരുമായി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. ഇതിനൊന്നും കഴിയാത്തവരാണ് നമ്മളിൽ 90% പേരും. അതിന് കാരണമായിട്ട് പറയുന്നത് ജാതകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചൊവ്വ കാരണമാണ് ദമ്പതികൾക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്രണയത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വിവാഹം നടക്കാതെ പോകുന്നത്, വിവാഹം നടന്നാലും രണ്ടുപേരും പിരിയുന്നത്, ഇങ്ങനെ പല കാരണങ്ങളും. ഇനി 8-ലെ ചൊവ്വ 7-ലെ ചൊവ്വ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ദോഷമുള്ള പങ്കാളിയെ കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ചൊവ്വാദോഷം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചൊവ്വാദോഷത്തിന് അല്ലെങ്കിൽ വിവാഹമൊക്കെ നടക്കാതെ പോകുന്നതിന് ഒരു പരിഹാരമായിട്ട് ചൊവ്വയെ തന്നെ ഇവിടെ നിന്ന് ധ്യാനിക്കാം. ഓം ഹ്രീം ശ്രീം ക്ലീം സൗം ഭൗമായ നമഃ. നിങ്ങൾക്കിത് ജപിക്കണം എന്നുണ്ടെങ്കിൽ ശരീരശുദ്ധിയോടുകൂടി മാത്രം ജപിക്കുക. നോൺ വെജ് കഴിച്ചിട്ടൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് ഉത്തമമാണ്. ഇത് 1001 തവണ ജപിക്കണമെന്ന് പറയാം കേട്ടോ. ഒരു ദിവസം അതിന് കഴിയുകയാണെങ്കിൽ ജപിക്കുക. ചെറിയൊരു മന്ത്രമല്ലേ, അതാണ് ഫലസിദ്ധി. 21 ദിവസം ചെയ്യാനാണ് പറയുന്നത്. ഇനി ചൊവ്വാദോഷമുള്ളവർക്ക് മാത്രമല്ല, ദമ്പതികൾക്കിടയിലെ കലഹം മാറാൻ, നിങ്ങളുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറാൻ, പ്രണയത്തിലെ കലഹങ്ങൾ തടസ്സങ്ങൾ മാറാൻ, സ്നേഹം തോന്നാൻ, ഇനി വീട്ടിലെ ആൾക്കാർ പോലും സ്നേഹം തോന്നാൻ, സഹോദരന്മാരോ അച്ഛനോ അമ്മയോ ആരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറാൻ, സ്നേഹം തോന്നാൻ ഒക്കെയാണ് ചൊവ്വയെ നമ്മൾ ധ്യാനിക്കാറ്. അതിനും ഈ മന്ത്രം ചൊല്ലാം. ഇനി ശിവന് എല്ലാ ചൊവ്വാഴ്ച ദിവസവും തേനും ഇളനീരും കൂടിയിട്ട് അഭിഷേകം ചെയ്താൽ നല്ലതാണെന്ന് പറയും. അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് കൊടുത്താൽ നല്ലതാണ്. ചൊവ്വയുടെ പ്രീതിക്ക് വേണ്ടി ശിവൻ അഭിഷേകം ചെയ്താൽ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക. 8 ആഴ്ചയെങ്കിലും, എല്ലാ ചൊവ്വാഴ്ചയായിട്ട് 8 ചൊവ്വാഴ്ചയെങ്കിലും പ്രാർത്ഥന നടത്തുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യ തടസ്സങ്ങളും, അത് വിവാഹമാവാം, എന്ത് പ്രശ്നമാവാം, അതിനൊരു പരിഹാരമാണ്. നിങ്ങളെ വഴിമുടക്കുന്ന ചൊവ്വയാണെങ്കിൽ അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമഃശിവായ ജപിക്കാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ്. കാരണം ചൊവ്വ പ്രസാദിക്കണമെങ്കിൽ ശിവൻ പ്രസാദിക്കണം. നിങ്ങൾക്ക് ശിവനെയാണ് ഭക്തിയെങ്കിൽ നമഃശിവായ ജപിച്ചാൽ മതി. ഉമാമഹേശ്വരായ നമഃ എന്നൊക്കെ ജപിച്ചാൽ മതി. എങ്കിലും ചൊവ്വാദോഷം മാറാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യണം. അപ്പോൾ ദാമ്പത്യ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറട്ടെ. ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ ഒരു കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവിന് വേണ്ടി, അതിനു വേണ്ടി ആഗ്രഹിച്ച് തന്നെ ഈ മന്ത്രം ചൊല്ലുക. ബലം ഉറപ്പ്.